നമുക്കറിയാം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് വളരെ പോപ്പുലർ ആണ്. ഒരു ഭക്ഷണക്രമമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഭക്ഷണം കഴിക്കുന്ന സമയവും ഭക്ഷണം ഒഴിവാക്കുന്ന സമയവും നിയന്ത്രിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ശരീരത്തിന്റെ തനതായ മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പരീക്ഷിച്ച് ഫലമൊന്നും കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ മികച്ച ഗുണങ്ങൾ നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതേപോലെ ഒഴിവാക്കേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജിബ്ന നൈഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വെളിത്ത് ഹോമിയോപ്പതി ക്ലിനിക്. ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. 1. അനുയോജ്യമായ ഫാസ്റ്റിംഗ് സമയം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫാസ്റ്റിംഗ് ഷെഡ്യൂൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16:8 അല്ലെങ്കിൽ 18:6 ഈ മെത്തേഡാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതായത് 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ. സെയിം തന്നെയാണ് 18:6 എന്ന മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പെട്ടെന്നൊരു മാറ്റം വരുത്താതെ സാവധാനം മാറ്റങ്ങൾ വരുത്തുക. 2. മതിയായ വെള്ളം കുടിക്കുക. ഫാസ്റ്റിംഗ് സമയത്ത് ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുന്നത് വളരെ അനിവാര്യമാണ്. സാധാരണ വെള്ളം, നാരങ്ങ വെള്ളം, ബ്ലാക്ക് കോഫി ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. 3. പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തുക. 4. ലഘുവായ വ്യായാമം ഉൾപ്പെടുത്തുക. വ്യായാമം ഫാസ്റ്റിംഗ് ടൈം കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നു. വ്യായാമം ചെയ്യുമ്പോൾ വാക്കിംഗ്, യോഗ, സ്ട്രെച്ചിങ് എക്സസൈസുകൾ തുടങ്ങിയവ തുടക്കം ചെയ്യുന്നത് മികച്ചതാണ്. 5. ഗുണമേന്മയുള്ള ഉറക്കം ഉറപ്പാക്കുക. ശരീരത്തിന് 7-8 മണിക്കൂർ ഉറക്കം വളരെ നിർബന്ധമാണ്. 6. ഫാസ്റ്റിംഗ് എന്നത് ശീലമാക്കുക. പുതിയ ശീലമായതുകൊണ്ട് തന്നെ ക്ഷമയോടെ തുടർച്ചയായി പിന്തുടരാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-4 ആഴ്ച കൊണ്ട് ശരീരം പുതിയ രീതിയിലേക്ക് അഡാപ്റ്റായി വരുന്നതാണ്. അതിന് വേണ്ട ടൈം നമ്മൾ നൽകേണ്ടതാണ്. 7. ഗുണമേന്മയുള്ള കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. 8. അവോയ്ഡ് പ്രോസസ്ഡ് ഫുഡ്സ്. അതേപോലെ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ പോലുള്ള രീതികൾ സ്വീകരിക്കാവുന്നതാണ്. 10. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടറിന്റെ നിർദ്ദേശം കൂടാതെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ആരംഭിക്കരുത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത, ഒഴിവാക്കേണ്ട 10 കാര്യങ്ങൾ. 1. ഭക്ഷണം കഴിക്കേണ്ട സമയം മറക്കരുത്. ഫാസ്റ്റിംഗ് ഷെഡ്യൂൾ പൂർണ്ണമായ ഒരു ഇഷ്ടം നൽകുക. അതുമാത്രമല്ല, അത് വളരെ സ്ട്രിക്റ്റുമായിരിക്കണം. ഒരു ദിവസം സമയക്രമം തെറ്റിയാൽ അതിന്റെ ഗുണത്തെ ബാധിക്കുന്നതാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ, അമിതമായി ഭക്ഷണം കഴിക്കരുത്. ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ വളരെ ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. തേർഡ് വൺ, മധുരവും പ്രോസസ്ഡ് ഫുഡും കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. 4-മത്തേത്, കലോറി കൂടുതലായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള പാനീയങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. 5th വൺ, ദീർഘസമയം ഭക്ഷണം ഒഴിവാക്കരുത്. വളരെ നീണ്ട ഫാസ്റ്റിംഗ് നടത്തുന്നത് ശരീരത്തിനെ സാരമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായ സമയം പാലിക്കേണ്ടത് നിർബന്ധമാണ്. 6th വൺ, ഉറക്കക്കുറവ് വരുത്തരുത്. ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ഹോർമോണിന്റെ ഇംബാലൻസ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫാസ്റ്റിങ്ങിനെ ബാഡായി അഫക്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, പെട്ടെന്ന് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. പെട്ടെന്ന് കംപ്ലീറ്റ്ലി ഭക്ഷണം ഒഴിവാക്കാതെ ഒരു 12 മണിക്കൂർ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 8-മത്തേത്, ഒരേ രീതിയിലുള്ള മീൽസ് കണ്ടിന്യൂ ചെയ്യരുത്. അതായത് എപ്പോഴും നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഒരേ രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടത്ര പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു. 9th വൺ, മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവസാനത്തേത്, രോഗലക്ഷണങ്ങൾ ഒന്നും അവഗണിക്കരുത്. ഈ ഫാസ്റ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും തലകറക്കമോ വേറെ എന്തെങ്കിലും ക്ഷീണമോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. വെളിത്ത് ഹോമിയോപ്പതി, on a mission to cure.